അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളെ കല്യാണം കഴിക്കാൻ കൊതിക്കാത്തവരില്ല. അലിയാര് തങ്ങൾക്ക് ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാ. കാരണം രണ്ടുപേരും ഒരു വീട്ടിലാണ്. 4-ാമത്തെ വയസ്സ് മുതൽ അലിയാര് തങ്ങൾ ജീവിക്കുന്നത് നബി തങ്ങളുടെ കൂടെയാ. വാപ്പയുടെ സ്ഥാനമാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും വന്ന് പെണ്ണ് ചോദിക്കുന്നുണ്ട്, നബി തങ്ങൾ സമ്മതിക്കുന്നില്ല. അലിയാര് തങ്ങളാണെങ്കിൽ നബി തങ്ങളുടെ മകളായ ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമാ. ഫാത്തിമയ്ക്കും അങ്ങനെ തന്നെയാണ്. ഫാത്തിമ ബീവിക്കും അലിയാര് ഒരിക്കലും നിങ്ങൾ ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇനി പെൺകുട്ടികൾ പറയും കണ്ടോ അലിയാര് നിങ്ങൾ പ്രയണിച്ച കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. അങ്ങനല്ല. ഫാത്തിമ ബീവിക്കും ഇഷ്ടമാണ്, അലിയാര് തങ്ങൾക്കും ഇഷ്ടമാണ്. അത് പ്രണയമായിരുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു അലിയ നീ അറിഞ്ഞോ ഫാത്തിമയെ കല്യാണ ആലോചന നടത്താം. ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. നീ ഇങ്ങനെ നടന്നോടാ ചങ്ങാതി. അവള് പറയുമല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാര് പറയുമല്ലോ, നീ അറിഞ്ഞില്ലേടാ കല്യാണ ആലോചനയൊക്കെ നടക്കാം, നീ ഇങ്ങനെ നടന്നോ. ഫാത്തിമ ബീവിയുടെ കല്യാണ ആലോചന നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അലിയാര് തങ്ങൾ തീരുമാനിച്ചു, ഇനി എന്തായാലും വിടൂല, പോയി ചോദിക്കാം. ചങ്കൂറ്റമായി ഇങ്ങനെ ഇളക്കുമല്ലോ. കൂട്ടുകാരിളക്കുന്ന സമയത്ത് കാമുകിയുടെ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും, നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ. ഇങ്ങനെ ചങ്കൂറ്റുള്ളവരുണ്ടല്ലോ. ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, എന്തായാലും തീരുമാനിച്ചു, നബി തങ്ങളോട് ചോദിക്കണം. നേരെ പോയി നബി തങ്ങളുടെ വീട്ടിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് നേരെ കയറി ചെന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്തേ അലിയെ? അലിയാര് തങ്ങൾ മിണ്ടണില്ല. അലിയാര് തങ്ങളോട് ചോദിച്ചു, എന്തേ അലിയെ ഇതാ വന്നേ? നബി തങ്ങൾ ചോദിച്ചപ്പോ അലിയാര് തങ്ങൾ ഒന്നും മിണ്ടണില്ല. കാരണം പോയി, ഉള്ള ധൈര്യമൊക്കെ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അലിയെ എന്റെ ഫാത്തിമയെ നീ കല്യാണം കഴിക്കൂ? വൈദ്യര് കൽപ്പിച്ചത് രോഗി ഇച്ഛിച്ചത് ഒന്നെന്ന് പറയണ പോലെ നബിതങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എന്റെ മകള് ഫാത്തിമാനെ നീ വിവാഹം കഴിക്കൂ? അലിയാര് നിങ്ങൾ വെടികൊണ്ടതുപോലെ നിന്നിട്ടുണ്ടാവും. അങ്ങോട്ട് തന്നെ ചോദിച്ചു, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വപ്നമാണോ ഇങ്ങനെ നിക്ക വെടികൊണ്ടതുപോലെ? നബിതങ്ങൾ പിന്നെയും ചോദിച്ചു, അലിയെ എന്റെ ഫാത്തിമാനെ നിനക്ക് ഇഷ്ടമാണോ? നീ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തലകുലിക്ക് സമ്മതിച്ചു. നബിതങ്ങൾ അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയെ നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? മരുമകനായി തിരഞ്ഞെടുക്കാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് എന്താ ഉള്ളത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ എനിക്കൊരു കുതിരയുണ്ട്, ദുൽഫുഖാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, ഒരു പടയങ്കിയുണ്ട്. ഈ 3 സാധനമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഉള്ള കാര്യം തുറന്നെന്ന് പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ എന്തോ പറയും, 2 ഏക്കർ സ്ഥലമുണ്ട്, ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറയും. പക്ഷെ അലിയാര് തങ്ങൾ ഉള്ളത് തന്നെ പറഞ്ഞു, ഒരു കുതിര, ഒരു വാള്, ഒരു പടയങ്കി, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അലിയാര് തങ്ങളുടെ ജോലി എന്തായിരുന്നു അറിയൂ? അലിയാര് തങ്ങൾ പുല്ല് വെട്ടിയിട്ട് കൊണ്ടുപോയി ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുകൊടുക്കും, കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കും. ഇതാണ് അലിയാര് തങ്ങളുടെ ജീവിതം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത്രയും വലിയ ദരിദ്രനായ ഒരു സ്വഹാബിയെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ചരിത്രം പഠിക്കും മനസ്സിലാവും. നമ്മൾ അങ്ങനല്ല. നമ്മൾ ചോദിക്കുന്നത്, പടച്ചവനെ മക്കളെ കെട്ടിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, എന്തുണ്ട്, വല്ലതും ഉണ്ടോ, കാശുണ്ടോ, ജോലിയുണ്ടോ, എത്ര വീടുണ്ട്, പണമുണ്ട്, ഇതൊക്കെ നമ്മൾ തിരക്കാം. ദീനുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല. ചങ്ങാതി, പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനുണ്ടോ എന്ന് നോക്കണമെന്നാണ്. ദീനുണ്ടോന്ന് നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലിയാര് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു കുതിരയുണ്ട് നബിയേ, ദുൽഫുഖാർ എന്ന് പറയുന്ന വാളുണ്ട് നബിയേ, ഒരു പടയങ്കിയുണ്ട് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, കുതിര വാഹനമാണ്, സഞ്ചരിക്കാൻ വേണം, വാള് യുദ്ധം ചെയ്യാൻ വേണം. ആ പടയങ്കി എടുത്തുകൊണ്ടുവാ, അലിയാർ തങ്ങൾ പടയങ്കി എടുത്തുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചന്തയിൽ പോയി ഇത് വിറ്റിട്ട് വാ. പടച്ചറബ്ബേ,
വിവാഹം കഴിക്കാനുള്ള കൊതി കാരണം അലിയാർ തങ്ങൾ ഓടുകയാണ്. മാർക്കറ്റിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി, എന്നിട്ട് പടയങ്കിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹുവേ, ആരാ വരുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, അലിയേ, എന്തു പറ്റി ഇവിടെ നിൽക്കുന്നത് എന്തിനാണ്? ഈ പടയങ്കി വിൽക്കാൻ വന്നതാണ്. നബി തങ്ങളെ വിറ്റിട്ട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഫാത്തിമയെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പടയങ്കിയുമായി നിൽക്കുന്ന ഉസ്മാൻ തങ്ങളെ കണ്ടപ്പോ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, 480 രൂപ തരാ. പടച്ചവനെ, ആ പടയങ്കി വാങ്ങിയിട്ട് 480 രൂപ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അലിയാർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അവിടുന്ന് തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയേ, നീയൊരു യോദ്ധാവാണ്, ഈ പടയങ്കി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 480 രൂപയും കൊടുത്തു, ആ പടയങ്കിയും കൊടുത്തു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വരികയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരികയാ. 480 രൂപ കൊണ്ടുവന്ന് മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലിയേ, 400 ദിർഹം ഫാത്തിമയ്ക്ക് മഹറാണ്. 400 ദിർഹം ഫാത്തിമയ്ക്ക് മഹറാണ്. 80 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, പുതിയ പടയോട് പറയുകയാ, പോയിട്ട് പുതുവസ്ത്രമെടുക്ക. സുബ്ഹാനല്ലാഹ്, 80 രൂപയുമായിട്ട് അലിയാർ തങ്ങൾ പുതുമണവാട്ടിക്ക് വസ്ത്രമെടുക്കുകയാ. എന്റെ പടച്ചറപ്പേ, അവിടുന്ന് പുതുവസ്ത്രം മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പാടുള്ള യുവതലമുറ പഠിക്കാൻ പറയുകയാ. സ്വപ്നലോകത്ത് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർഗത്തിന്റെ നേതാവായ ഫാത്തിമയുടെ കല്യാണത്തിന്റെ രംഗമാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 80 രൂപ കൊടുത്ത് അവിടുന്ന് പറ്റുന്ന വസ്ത്രങ്ങൾ വാങ്ങി ഫാത്തിമ ബീബിയുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകള് പുതുമണവാട്ടിയായി പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണ പന്തലിലേക്ക് ഇറങ്ങി വരുമ്പോ ഫാത്തിമ പുതുവസ്ത്രം ധരിച്ചിട്ട്, കല്യാണത്തിന്റെ പുതുവസ്ത്രം ധരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഇറങ്ങി വരുമ്പോ വീടിന്റെ ചാരത്തിരുന്നൊരാള് കരയുകയാ. വീടിന്റെ പരിസരത്ത് ഒരാളിരുന്ന് കരയുകയാ. ആരാ കരയുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ പരിസരത്തിരുന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? അബൂബക്കർ തങ്ങളെ എന്തിനാ കരയുന്നത്? ഫാത്തിമയുടെ വിവാഹ ദിവസമല്ല, സന്തോഷത്തിന്റെ ദിവസമല്ല. എന്തിനാണ് വീടിന്റെ പരിസരത്തിരുന്ന് ഒറ്റയ്ക്ക് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ചെറുപ്പക്കാരാ, മോനെ, അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ പൊന്നുമോള് കല്യാണത്തിന്റെ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ? സഹാബാ, എന്റെ മുത്തുനബിയുടെ പൊന്നുമോൾ ഇട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടോ? ആ മണവാട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ? സഹിക്കുന്നില്ല സഹാബാ. നബി തങ്ങളുടെ പൊന്നാര മകളിട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടിട്ട്, അതിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്ന് അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, പാടുള്ള ചെറുപ്പക്കാരാ, നിനക്കിത് തിരിയണമെന്നില്ലടാ പൊന്നുമോര്. എന്റെ പെങ്ങള്, ഇതൊക്കെ നിങ്ങൾക്ക് തിരിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം കല്യാണത്തിന്റെ ദിവസം വീട്ടിലെ ആണുങ്ങൾക്കും അതുപോലെ കൂട്ടുകാർക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. ആണിനും പെണ്ണിനും വസ്ത്രമുണ്ട്, മാതാപിതാക്കൾക്ക് വസ്ത്രമുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ലടോ. തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറുള്ള ചുരിദാറാ.
അടിച്ചുപൊളിയെന്നറിയോ, എന്തൊരാർഭാടമെന്നറിയോ. പടച്ചവനെ, ഹാജിയാരുടെ മക്കളുടെ കല്യാണവും ഇങ്ങനെ തന്നെയാ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാവുകയാ. എന്തൊരാർഭാടമാണോ, എന്തൊരു കൂത്താടോ. ലക്ഷങ്ങളെ ചെലവഴിച്ചുകൊണ്ട് തന്നെ പൊന്നാരുടെ മക്കളുടെ വിവാഹങ്ങൾ ഉത്സവം പോലെയാക്കുന്ന മുസ്ലിമേ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലടോ. നല്ല വസ്ത്രം ധരിക്ക്, നല്ലതുപോലെ ഭക്ഷണം കൊടുക്ക്, നല്ലതുപോലെ നടത്തിക്കോ. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാമല്ലോ, വേണ്ടാത്ത അനാചാരങ്ങൾ ഉപേക്ഷിക്കാമല്ലോ. ഇന്നത്തെ വിവാഹങ്ങളൊക്കെ പറയാൻ പറ്റുന്നതല്ലല്ലോ. കോടികൾ ചെലവഴിച്ച് ആർഭാട വിവാഹം നടത്തിയിട്ട് നാലിൻ്റെ അന്ന് വീട്ടിൽ വന്നിരുന്ന മക്കളുടെ കഥ കണ്ടില്ലേ? എന്തേ ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാരമകള് പുതുമണവാട്ടിയായി ഇറങ്ങി വരുമ്പോ കരയുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കരയുകയാ. കാരണം കൂട്ടുകാരനായ നബി തങ്ങളുടെ മകളാ. പടച്ചറപ്പേ, കല്യാണത്തിന്റെ കാര്യമായി അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അലിയേ വലീമ നടത്തണമല്ലോ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, എന്തുണ്ട് അലിയേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അലിയാര് നിങ്ങളുടെ തലതാഴ്ത്തി നിൽക്കുകയാ. നിക്കാഹ് കഴിഞ്ഞാ പിന്നെ വലീമ കൊടുക്കണം. നബിതങ്ങൾ ചോദിച്ച്, എന്തുണ്ട് അലിയെ, എന്താണ് ജനങ്ങൾക്ക് വലീമ കൊടുക്കണമല്ലോ, എന്തുണ്ട്? 80 രൂപയുടെ വസ്ത്രവും വാങ്ങി പുതുവസ്ത്രവും കഴിഞ്ഞ് എല്ലാം മേടിച്ചിട്ട് വെറും കൈയോടെ നിൽക്കുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നു, എന്താ വലീമ വാങ്ങാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മിണ്ടാതെ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലിയെ, ഒരാടിനെ ഞാൻ തരാം, എന്റെ വീട്ടിലൊരാടുണ്ട്, നിനക്ക് വലീമ കൊടുക്കാൻ ആടിനെ ഞാൻ തരാം. 3 സ്വഹാബത്ത് പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാം, ഞങ്ങളുടെ കയ്യിൽ ഗോതമ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ആടിനെയും ആ ഗോതമ്പ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ വിവാഹം നടന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ പൊന്നാര മകളുടെ കല്യാണത്തിന്റെ രംഗമായത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നബിതങ്ങൾ ഫാത്തിമ അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. പായിപ്പാടുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും പറയുന്നു, നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ ആദ്യം നോക്കേണ്ടത് അവന് പായിപ്പാട് പള്ളി വന്ന് നിസ്കരിക്കുമോ എന്ന് നോക്ക്. അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ? അവൻ ഖുർആൻ ഓതുന്നവനാണോ? അവന് ഖുർആൻ ഓതാൻ അറിയോ? സുബ്ഹാനല്ലാഹ്. പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് പെണ്ണ് ഭർത്താവ് കാണാൻ വരുന്നവനോട് ചോദിക്കണം, മോനെ ഒന്ന് യാസീൻ ഓതണമെന്ന് പറ, ഒന്ന് യാസീൻ ഓതാൻ പറ, അല്ലെങ്കിൽ ഖുർആനിൽ ഒരു സൂറത്ത് ഓതാൻ പറ. എത്ര പേര് ചെറുപ്പക്കാരോതും? നിസ്കരിക്കുന്നവർ എത്ര പേരാണോ? നിസ്കരിക്കുന്നവന് വേണ്ടിയല്ലേ മക്കളെ കൊടുക്കേണ്ടത്? ദീനല്ലേ പരിഗണിക്കേണ്ടത്? ആ ദീനുള്ളവനാ കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നാര മകളെ കൊടുത്തത് അലി ഇബ്നു അബീ താലിബ് എന്ന് പറയുന്ന പാവപ്പെട്ടവനാണ്. അവിടുത്തെ വിവാഹം നടന്നത് ഇങ്ങനാണ്. അതുകൊണ്ട് പായിപ്പാടുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പള്ളികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടു രാവും പകലും ഇവിടെ നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്. ആ മക്കൾ എത്ര നല്ലവരെന്നറിയോ? പടച്ചവനെ, വല്ലാത്ത അത്ഭുതം തോന്നി. രാത്രി 2 മണി വരെ 3 മണി വരെ വഴി കഴിഞ്ഞ് എല്ലാവരും പോയി. പായിപ്പാടുള്ള ചെറുപ്പക്കാർ ഉറങ്ങിയിട്ട് ആഴ്ചകളായടോ. ഈ കമ്മറ്റിക്കാര് പോലെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോ പടച്ചവനെ 2 മണി വരെ 3 മണി വരെ ഈ ചെറുപ്പക്കാര് റബ്ബേ ഇവിടെ നടക്കുകയാ. അല്ലാഹുവേ, ആ പൊന്നുമക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എങ്കിലും ചെറുപ്പക്കാരാ, എന്റെ പായിപ്പാടുള്ള ചെറുപ്പക്കാരോട് പറയുന്നത്, എടാ, ബെൻസ് കിട്ടുന്നതിൽ കാര്യമില്ലടാ, ഏക്കർ കണക്കിന് സ്ഥലം കിട്ടുന്നതിൽ കാര്യമില്ല, ഗൾഫുകാരന്റെ മകളെ കിട്ടുന്നതിൽ കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആണാരെന്നറിയോ?
ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? പായിപ്പാടുള്ള ആണുങ്ങളോട് പറയുകയാ, ഇടോ പായിപ്പാടുള്ള ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ? ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് വീടുള്ളവനല്ല, ഓടിയും ബെൻസും ഫോർച്യൂണറുമുള്ളവനല്ല, ലക്ഷക്കണക്കിന് സമ്പത്തുള്ളവനല്ല. ഈ പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയവനാ. അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയെ കിട്ടിയവന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാടോ. കോടികളൊന്നും വേണ്ട, ഗ്ലാമറൊന്നും വേണ്ട. എന്തിനാ ഗ്ലാമർ? പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, ഗ്ലാമർ നോക്കല്ലേ, ഗ്ലാമർ ഒരിക്കലും നോക്കരുത്. എടാ തൊലി വെളുത്തതാ, ഹൃദയം കറുത്തതാ. പക്ഷേ തൊലി കറുത്തതാ, ഹൃദയം വെളുത്തതാ. അതാ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഇന്നിവിടെ ഒരു ഉമ്മ വന്നോ, എന്നോട് പറഞ്ഞു, ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട്, പക്ഷേ നിറം കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല. ആ പൊന്നുപെങ്ങൾ ഈ വഅദിന്റെ സദസ്സിലുണ്ട്. ആ പൊന്നുമോളോട് പറയുന്നു, സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, കറുപ്പിന്റെ വില നിനക്കറിയാനട്ടാ, കറുപ്പിന്റെ വില നിനക്കറിയാനട്ടാ. പടച്ചവനെ, നിറം കറുത്തതിന്റെ പേരില് ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. പായിപ്പാടുള്ള നിറം കറുത്തു പോയ ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്, എന്തിനാ മോനെ പേടിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ. ഒരു പള്ളിക്കകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്തു പറ്റി മോനെ? നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ. ആ ചെറുപ്പക്കാരൻ നബി തങ്ങളോടൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, എന്തു പറ്റി മോനെ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ? വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കന്തടം നിറയുകയാ. എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെന്തേ മോനെ? യാ റസൂലല്ലാഹ്, നിറം കറുത്തതിന്റെ പേരില് ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എന്തിനാ കരയുന്നതെന്നറിയോ? നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ പുറത്താക്കുമോ നബിയേ? കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ, ചെറുപ്പക്കാരാ, ഗ്ലാമറില്ലാത്ത പെണ്ണുകള്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, നാല് കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാല് കറുത്തവരുണ്ടല്ലോ, നാല് കറുത്തവരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ. ആരാണെന്നറിയോ? ആരാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ബിലാൽ. കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ബിലാൽ തങ്ങള് കറുത്തവനായിരുന്നു, ഭീകരയായിരുന്നു, അടിമയായിരുന്നു, മുടി ചുരുണ്ടവനായിരുന്നു. പക്ഷേ ബിലാൽ തങ്ങള് നബി തങ്ങളുടെ മുമ്പിലൂടെ സ്വർഗത്തിലോടിയടാ ചെറുപ്പക്കാരാ. നബി തങ്ങള് പറഞ്ഞു, ബിലാല് സ്വർഗത്തിലാണ്. ആഫ്രിക്കക്കാരനായിരുന്നടാ, ഭീകരയായിരുന്നു, അടിമയായിരുന്നു. ആ ബിലാല് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പായിപ്പാട് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ. സുന്ദരിയായ ഭാര്യ പറയുന്ന, നിങ്ങൾ എനിക്ക് ചേർന്നതല്ല, കാരണം ഞാൻ വെളുത്തത്, നിങ്ങൾ കറുത്തത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹുവിന്റെ ഖുർആനിൽ 114 സൂറത്തുണ്ട്. അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ? സൂറത്തുൽ ഖുമാർ.
ലുക്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ ലുക്മാൻ എന്ന് പറയുന്ന അധ്യായം എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ലുക്മാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ, കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ കറുത്തവനായിരുന്നു. പടച്ചവനെ, സ്വർഗത്തിന്റെ നേതാവാണ് ലുക്മാൻ ഹക്കീം തങ്ങള്. ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ്ണ്, വെളുത്ത് ചുമത്ത് നടക്കുന്ന, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താവ് കുറ്റപ്പെടുത്തും, നിനക്ക് ഗ്ലാമറില്ല, പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയി എന്ന് സങ്കടപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ പടച്ചവനെ സംസം കിണർ കാണുമല്ലോ. ആ സഫാ മർവ എന്ന് പറയുന്ന മലഞ്ചെരിവില് ചെല്ലുമ്പോ ഹാജറാ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഇസ്മാഈൽ നബിയുടെ ഉമ്മയായ മഹദിയായ ഹാജറാ ബീബി റളിയല്ലാഹു തആല അൻഹാ കറുത്തവളായിരുന്നു പെങ്ങള്. ഹാജറ കറുത്തവളായിരുന്നു, ഹാജറ കറുത്തവളായിരുന്നു. പക്ഷേ ഹൃദയം വെളുത്തു പെങ്ങള്, ഹൃദയം വെളുത്തതാ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? അവനയിൽ ഒരു സെന്റുള്ളവനല്ലടോ. പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ അവനൊരു ചെറിയ കുടിലാണുള്ളത്, വാടക വീടാണുള്ളത്. ആ വീടിനകത്ത് അല്ലാഹുവിനെ പേടിയുള്ള സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടടോ. പടച്ചവനെ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട്, എന്തേക്കാ താമസിച്ചതെന്ത് എന്ന് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തു നിന്നിട്ട് അവിടെ നിന്ന് വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി തന്റെ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ. ആ ഭാര്യയുടെ ചോളിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ, എന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല. ഭർത്താവിനെ ബഹുമാനിക്കുകയാ, ഭർത്താവിനെ ആദരിക്കുകയാ. ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല. അവനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ടല്ലോ. എനിക്ക് മൊബൈല് വേണ്ട, വാട്സപ്പ് വേണ്ട, യൂട്യൂബ് വേണ്ട, TV വേണ്ട, സീരിയല് വേണ്ട, എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളുമായി കഴിയുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. അടിയാര് തങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ തങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? അരിയാര് തങ്ങള് കുടുംബ വീട്ടിലാണ്. ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഒരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അലിയാരിതങ്ങളും ഫാത്തിമയും എന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ, മണിയറയ്ക്കകത്ത് കയറി വാതിലടയ്ക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ആദിരാത്രി തുടങ്ങുകയാണ്. ഒരാളിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ. അരിയാര് തങ്ങൾക്ക് വലിയ സന്തോഷമായി. പടച്ചവനെ, രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അലിയാര് തങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ. അലിയാര് തങ്ങൾ ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചില് കേൾക്കുകയാ. മണിയറയ്ക്ക്
മണിയറയ്ക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാ. അലിയാര് തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ അല്ലാഹ് കരയുന്നത്? മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങള് മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ കരയുന്നേ? പാടുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ പൊന്നുമകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറയ്ക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. എനിക്ക് ഖബറാ ഓർമ്മ വന്നത്. ഈ റൂമിനകത്ത് അലിയേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണച്ചപ്പ ഇത്ര ഇരുട്ടാണെങ്കിൽ, അല്ലാഹുവേ പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര്, എന്തൊരു ഇരുട്ടായിരിക്കും തമ്പുരാന്. അലിയാര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാ. കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച്, എന്തിനാ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പലരും ആലോചിക്കുന്നുണ്ട്, പടച്ചവനെ ഞാനും കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു. ആലോചിക്കാൻ പോലും വയ്യ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇടും കെട്ടിയിട്ട് മണിയറയിലൊക്കെ പോയല്ലോ, ഒരു പാലെടുക്കും പകുതി 50-50 എല്ലാ ആചാരങ്ങളും അവിടെ റഹ്മാനായ അല്ലാഹ്. ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ച് മണിയറയ്ക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയാപ്പിള ചോദിക്കും. 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, എനിക്കൊരു 3-4 ലവ് ഉണ്ടായിരുന്നു, നിനക്കോടി? പുതിയ പെണ്ണിനോട് ചോദിക്കാൻ, നിനക്കോ? അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി, എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇതാ. എന്നാൽ ഈ മകള് പറയാ, എനിക്ക് ഖബർ ഓർമ്മ വന്നിട്ട കരയണേ. അലിയാര് തങ്ങൾ ആണാ? അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ട? നീ ഇതാണോ പറയണ്ട? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഇത് പറയേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയാ? നമ്മുടെ മണിയറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഫാത്തിമ പറഞ്ഞു, അലിയെ മണിയറ ഇവിടെ അല്ല. മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അല്ലാഹു ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെയാണോ ഒരുക്കേണ്ടത്? ഇതെങ്ങനല്ല, കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോകും. പക്ഷെ മണിയറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് മലത്തി കിടത്തുമ്പോ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം, ലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ. പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ. അതിനൊരു പ്രയോഗമുണ്ട്. കാരണം എന്തേ? ഞാൻ മനസ്സിലാക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല. അവര് ശല്യപ്പെടുത്തല്ല, ആരെയും വിടൂല. കാരണം എന്തേ? അതവരുടെ മണിയറയാ. ഇതുപോലെ മലക്കുകൾ പറയുകയാ, ഇതിനകത്ത് കിടന്ന് പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങും. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാര് തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഡബിൾ കോട്ട് കട്ടിലില്ല, വലിയ ബെഡ്റൂം ഇല്ല, അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഈ തോല് വിരിക്കും രാത്രി. ഈ തോല് വിരിച്ചിട്ട് ഈ തോലിന്റെ മുകളിൽ ആ ഫാത്തിമായും അലിയാര് തങ്ങളും കിടക്കണം.
മാർബിൾ ഇല്ല, ഗ്രാനൈറ്റ് ഇല്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല, കല്ലിന്റെ മുകളിൽ. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നുണ്ട്, എഴുന്നേക്കുമ്പോ അടയാളം ഉണ്ട്. ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും. രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കുടഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് കുതിരയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തീറ്റിയും വെള്ളം ഇട്ട് കൊടുക്കും. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പെണ്ണും പിള്ളയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തികയണില്ല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തിരിയണില്ല. കെട്ടിച്ചു വിട്ട വീട്ടില് ഇപ്പൊ അവിടെ പ്രശ്നമാ, മറ്റേതാ മറിച്ചതാ, വാരി കെട്ടി വന്നേരം മോളെ വന്നേരെ വിളിച്ചു വരുത്താ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ നബിതങ്ങൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു വിട്ടിട്ട് കാണാൻ പോയി. നിങ്ങളും പോവല്ലോ, കെട്ടിച്ച വീട്ടിൽ മരുമോന്റെ വീട്ടിൽ പോകും. ചെന്ന ഉടനെ ഓള് പരാതി പറയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് പോയി കാണാൻ. ഫാത്തിമ ഓടി വന്നിട്ട് ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് കരയാ. എന്തേ മോളെ, എന്തേ മോളെ? ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ. ഫാത്തിമ എന്ന പൊന്നുമോള് നബിതങ്ങളോട് പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. എല്ലാം വാരി കെട്ടിക്കോ, പോകാമെന്നല്ല നബിതങ്ങൾ പറഞ്ഞത്. തന്റെ പൊന്നാര മകൾ ഓടി വന്ന് സങ്കടത്തോടെ പറയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വലിയ അബീക അർബഉ, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി മോളെ. വാപ്പ അങ്ങോട്ട് പറഞ്ഞെടുക്ക, നീ 3 ദിവസമല്ലേ, ഞാൻ 4 ദിവസമായി വല്ലതും തിന്നിട്ട്. ആരാരെയാടോ സമാധാനിപ്പിക്കുന്നത്? ഇതാണോ കുടുംബജീവിതം? ഇങ്ങനെ വാപ്പയാകണ്ടേ? പായിപ്പാടുള്ള വാപ്പ നിന്റെ തുള്ളലും ബഹളവും നിന്റെ ബിപിയും കാണിക്കേണ്ടത് നിന്റെ വാശിപ്പുറത്തല്ലേ നിന്റെ മോളുടെ ജീവിതം പോയത്. ഈ പള്ളി വന്നിട്ട് എത്ര തലാഖ് ഞാൻ പറയാൻ കിട്ടുന്ന അവസരം ഇതൊരു വഴുത് കിട്ടിയിട്ടില്ലല്ലോ. ഈ പായിപ്പാടുള്ള പെൺകുട്ടികളുടെ ജീവിതം തുലച്ചത് ഈ വാപ്പമാരുടെയും ഈ ഉമ്മമാരുടെയും വാശിയ സഹോദര. എത്ര എന്താ കമ്മിറ്റിക്കാരൻ നിരന്നിരിക്കുന്നത്? ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ കയറത്തില്ല. കാരണം എന്തേ? ആ പാവം കൂടെ വലിച്ചു വെക്കാൻ വയ്യ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ പറയുന്ന സ്ഥലമാണ്. ഒരു കാരണവശാലും പായിപ്പാട് പള്ളിയിൽ തലാഖ് കൊടുക്കരുത്. പായിപ്പാട് പള്ളി എന്നല്ല, ഒരു പള്ളിയിൽ കൊടുക്കരുത്. കാരണം തലാഖ് പറയുമ്പോൾ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന, ഒരാൾ തന്റെ ഭാര്യയെ തലാഖ് പറയുമ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന, ഇതിന് സാക്ഷിയായിരിക്കുന്നതൊക്കെ നിന്റെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് തലാഖ് പറയുന്ന സമയം അള്ളാന്റെ അർശ് കുലുങ്ങോ? പറമനുഷ്യന്മാരെ കുലുങ്ങോ? സമദുസ്താദ് ഉംറയ്ക്ക് പോയിട്ട് വന്നു. എടോ, നമ്മൾ അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത സ്ഥലമാ. മക്കത്ത് പോകുമ്പോ കാണാം. നമുക്കറിയാലോ, അവിടെ പോയി കാണില്ലേ? അവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം. അവിടെ ചെല്ലുമ്പോ ബസ്സിനകത്ത് ഇരുന്നിട്ട് പറയും, ഇവിടെയാണ് അള്ളാഹുവിന്റെ ഇതിറങ്ങിയത്. അബാബിയിൽ പക്ഷികൾ ഇറങ്ങിയിട്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞ സ്ഥലം ഇതാ. ആരും ഇറങ്ങാറില്ല. കാരണം എന്തേ? അള്ളാന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം. ഇതുപോലെ തലാഖ് പറയുന്ന സമയം അള്ളാഹുവിന്റെ അർശ് കുലുങ്ങും. ആ മജ്ലിസിൽ ഇരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും സൂക്ഷിച്ചോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, വേണ്ടെങ്കിൽ നീ കോടതി ഇപ്പോ പറഞ്ഞു വിടണം. ഇവിടെ തലാഖൊന്നുമില്ല. ഓടി വരിക. ഈ അടുത്തങ്ങോട്ട് നോക്കുമ്പോ ഒരു പ്രായം തലാഖ് വേണ്ടെങ്കിൽ കോടതി പോകണം. നമുക്ക് മസ്ലഹത്ത് മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാനാ നോക്കണം. ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. അതിനപ്പുറം ഒന്നുമില്ല. ആരും അത് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ അങ്ങനെയൊന്നുമില്ലടോ. വേണ്ടവര് പൊക്കോ, കോടതി പൊക്കോ, മേടിച്ചോ. പള്ളികളിൽ കൊടുക്കുന്ന പരിപാടി നിർത്തണം. ഇതൊക്കെ നിർത്തണം. ചുമ്മാതെ ഒരു വിവരമില്ലാത്തവനാ തലാഖ് കൊടുക്കണം. വലിയ മഹാനോട് ദീനിന്റെ ഒരു നിയമം അറിയാത്തവന് മസലകൾ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ പറഞ്ഞു കൊടുക്കുക. വാപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് പരാതി പറയണു, ഉപ്പ ഞാൻ വല്ലതും തിന്നിട്ട് 3 ദിവസമായി. വാപ്പ പറയുന്നു, ഞാൻ 4 ദിവസമായി. ഇങ്ങനാകണം വാപ്പ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ ജീവിതം വളരെ പ്രയാസമായിരുന്നു. വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു. കാരണം അലിയാര് തങ്ങൾ പാവപ്പെട്ടവനാ, കൂലിപ്പണിക്കാരനാ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? നിർത്താറായ? എനിക്കൊന്ന് ഉറങ്ങളെക്കാളും ഉറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോകും ഇൻഷാ അല്ലാഹ്. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഒരാഴ്ച ലീവ് എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഉറങ്ങാൻ. നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് തീരുമായിരിക്കില്ലേ?
ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നാളെ വയലൊന്നുമില്ല കേട്ടാ, ഇന്നും കൂടെ ഉള്ളു. ചുമ്മാ 2 ദിവസം വയലുണ്ട്, ഇന്നും കൂടെ വയലുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ദുബായ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് വീട്ടിലിരിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരിക്കുകയാണ്. വല്ലാത്ത പ്രയാസമാ, ദാരിദ്ര്യമാ, ദുഃഖമാ. അപ്പോഴാണ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ്. അലിയാര് നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ എന്റെ അടുക്കലേക്കൊന്നു വാ ഫാത്തിമ. ഭർത്താവ് തന്റെ ഭാര്യ സ്നേഹത്തോടെ വിളിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ അടുക്കൽ പിടിച്ചിരുത്തിയിട്ട് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? സാധാരണ പറഞ്ഞ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, പടച്ചവനെ കുടുംബ വീട്ടിൽ ചെന്നു, കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു, ഭർത്താവിനോട് ഭാര്യ പറയും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ. സ്നേഹം കൊണ്ടല്ലടോ, ഉമ്മാനെയും ഉപ്പാനെയും നോക്കാൻ പറ്റാത്തത് കാരണം, പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വെച്ചു വിളമ്പാൻ പറ്റാത്തത് കാരണം, പടച്ചവനെ അതുകൊണ്ട് പെണ്ണുങ്ങളാണ് പറയാറ്. പക്ഷേ ഇവിടെ ഭർത്താവ് ചോദിക്കുന്നു, ഫാത്തിമ സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? ഇത് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എനിക്കും ഒരാഗ്രഹമുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഉമ്മയെയും സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാനുള്ള കൊതി കാരണമല്ല, എനിക്കിവിടെ നിന്ന് മാറണമെന്നുണ്ട്. ഈ വീടിനകത്ത് നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലേ. ഉമ്മാനെ നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, കൂടപ്പറപ്പുകൾക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തത് കൊണ്ടല്ല, പിന്നെ എന്തിനാണ് വീട് മാറണമെന്ന് പറയുന്നതെന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് അലിയാര് തങ്ങളോട് പറയുന്നു, അലിയേ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് സങ്കടം വരുന്നു അലിയേ. നിങ്ങളുടെ കൂടപ്പറപ്പുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളായ ഞാനും മക്കളും ഈ വീടിന്റെ റൂമിനകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് വേദനിക്കുന്നു, നിങ്ങളുടെ സഹോദരിമാർക്ക് വേദനിക്കുന്നു. എന്തിനാ നമ്മുടെ അവസ്ഥ അവരറിയുന്നത്? നമ്മൾ പട്ടിണി കിടക്കുന്നത് അവരെന്തിനറിയുന്നത്? എന്തിനാ അവരെ വേദനിപ്പിക്കുന്നത്? അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് മാറാമലിയേ. എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ നിന്നൊന്നു മാറാൻ. എന്റെ പായിപ്പാടുള്ള പെങ്ങള് ഭർത്താവിന്റെ പ്രായം ചെന്ന ഉമ്മയ്ക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തതിന്റെ പേരില് വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന കൂടപ്പറപ്പുകളെ തമ്മി തല്ലിപ്പിച്ച പെങ്ങന്മാരില്ലേ? അല്ലാഹുവേ, സ്നേഹത്തോടെ ജ്യേഷ്ഠനും അനുജനുമായി ഒരു വീടിന്റെ അകത്ത് സന്തോഷത്തോടു കൂടി കഴിഞ്ഞ എത്രയോ കുടുംബങ്ങളെ തകർത്ത പെണ്ണുങ്ങളില്ലേ? എന്ത് സന്തോഷത്തോടെ ജീവിച്ചവരാ. കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു, പടച്ചവനെ എനിക്ക് മാറണം. കാരണം എന്തെന്നറിയോ? ഇവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം, ഈ ബന്ധത്തിൽ നിന്ന് മുറിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. അവിടെ ചെന്ന ഉപ്പാന് വെച്ച് വിളമ്പണ്ട, ഉമ്മയ്ക്ക് വെച്ച് വിളമ്പണ്ട, കൂടപ്പറപ്പിന് വിളമ്പണ്ട. അങ്ങനെയല്ല സഹോദരി. ഫാത്തിമ പറയുകയാ, നബി തങ്ങളുടെ മകയായ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് ഇവര് കരയുകയാ, അവര് സങ്കടപ്പെടുകയാ. എന്റെ കാര്യം അവരറിയണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു ഇവിടെ നിന്നൊന്നു മാറാൻ. ഫാത്തിമ ചോദിക്കുന്നു, പൈസ ഇല്ലല്ലോ, വീട് വെക്കാൻ എന്ത് ചെയ്യും അലിയേ? വാടക വീട് പോലും വാങ്ങാൻ പൈസ ഇല്ലല്ലോ. അപ്പോഴാണ് അലിയാര് തങ്ങള് പറയുന്നു, ഫാത്തിമ നിന്റെ ഉപ്പാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, നിന്റെ ഉപ്പ എന്ന് പറഞ്ഞ ജീവനാ, നബി തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് വെറുതെ കിടക്കുകയാണ്, ഉപ്പാന്റെ അടുക്ക പോയി പറഞ്ഞ ആ വീട് നബി തങ്ങളെ നമുക്ക് വാങ്ങിത്തരും. അതുകൊണ്ട് നീ വാപ്പാന്റെ അടുക്കലൊന്ന് പോയി പറയണേ,
പറയണേ. ഭർത്താവ് പലതും പറഞ്ഞു വിടും പെങ്ങള്. ഉപ്പാന സോപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാ പറഞ്ഞു വിടുവല്ലോ. പണച്ചറത്തെ വീട്ടിൽ ചെന്ന് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെങ്ങന്മാരോട് ലക്ഷങ്ങളെ തന്ന് നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ട് ഭർത്താവിന്റെ ആർത്തി കാരണം പിന്നെയും കുടുംബത്തിൽ കയറിയിട്ട് അവകാശം ചോദിക്കുന്ന പെങ്ങളുണ്ടല്ലോ. ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ. ഞാൻ പറയുന്നത് ചോദിക്കല്ല പെങ്ങള്, ഇത് പായിപ്പാടുള്ള പെങ്ങന്മാർക്കുള്ളതാ. പാപ്പമാര് കഷ്ടപ്പെട്ട് 20, 25, 50 പവനും തന്നിന് ലക്ഷങ്ങള് ചെലവഴിച്ച് കെട്ടിച്ചു വിടും. എന്നിട്ട് പിന്നെയും പോകും. ഭർത്താവ് പറയും പോയി ചോദിക്കടി, നാണമില്ലാതെ പോകും. പോയി ഇരുന്നിട്ട് ചോദിക്കും, നിങ്ങൾ പഠിക്ക്, നീ പഠിക്ക്, പണമല്ല വേണ്ടത്, പണമല്ല വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മകളോട് പറഞ്ഞു ചോദിക്കാൻ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മനസ്സില്ല, മനസ്സോടെ കടന്നുപോയി. ഫാത്തിമയ്ക്ക് മനസ്സില്ലായിരുന്നു. എങ്കിലും ഭർത്താവ് പറഞ്ഞതാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് പൊന്നാര മകള് കടന്നു ചെല്ലുമ്പോ നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. എഴുന്നേറ്റ് നിന്നു. മകള് വന്നാ നബിതങ്ങൾ എഴുന്നേക്കും. പള്ളിയിലെ ഉസ്താദ് വരുമ്പോ വിദ്യാർത്ഥികൾ എഴുന്നേക്കുന്നത് പോലെ നബിതങ്ങൾ എഴുന്നേക്കുകയാ. കല്യാണം കഴിച്ച് വിട്ട പൊന്നാര മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാ. അടുത്തുപോയി ഫാത്തിമ പറഞ്ഞു, വാപ്പാ എനിക്ക് വല്ലാത്ത പ്രയാസമോ. എനിക്കും എന്റെ ഭർത്താവിനും ഹസനും ഹുസൈനും എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള സൗകര്യമില്ല. ഒരു ഈന്തപ്പന ഓലകൾ കൊണ്ട് ചെയ്ത ഒരു മുറിയല്ലേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്റെ ഭർത്താവിന്റെ ജോലി അറിയുമല്ലോ. പാട് മുഴുവനും പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പറയുന്നു, വാപ്പാ എന്ന് പറയുന്ന സ്വഹാബിക്ക് 2 വീടുണ്ട് വാപ്പാ. ഒരെണ്ണം വെറുതെ ഇട്ടിരിക്കുകയാണ്. വാപ്പ എനിക്കൊന്ന് ചോദിച്ചു വാങ്ങിച്ചു തരുമോ? വാപ്പയൊന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്. ഇത് പറയേണ്ട താമസം നിബിതങ്ങള് കരയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ള കരയുകയാണ്. തന്റെ പൊന്നാര മകളുടെ മുമ്പിൽ ഇരുന്നിട്ട് നിബിതങ്ങള് സങ്കടപ്പെട്ടുകൊണ്ട് കരയുകയാണ്. ഫാത്തിമ ചോദിക്കുന്നു, വാപ്പാ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? ഫാത്തിമ, നിന്റെ ഉപ്പ ഇന്നുവരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല. നിന്റെ വാപ്പ ഇന്നുവരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല. എനിക്ക് ലജ്ജയാ മോളെ. ആ സഹാബിയുടെ അടുക്കൽ ചെന്നിട്ട് എന്റെ പൊന്നുമോക്കൊരു വീട് കൊടുക്കണേ എന്ന് ചോദിക്കാൻ എനിക്ക് ലജ്ജയാ മോളെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഫാത്തിമ ബീബി പറഞ്ഞു, ചോദിക്കണ്ട വാപ്പാ, എന്റെ ഉപ്പ ഒരാളുടെ മുന്നിലും താഴരുത്, എന്റെ ഉപ്പ ഒരാളോടും ചോദിക്കരുത്. ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. ഫാത്തിമ ബീബി കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിച്ചു. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു സ്വഹാബി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. നബി തങ്ങളുടെ വീടിനകത്ത് നടന്നത് മുഴുവനും കേട്ടുകൊണ്ട് നിൽക്കുകയാ. ആ സ്വഹാബി ഓടുകയാണ്. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ അടുത്ത് ചെന്നു. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് ഹാരിസ ഓടി വന്നു. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ഓടി വന്നിട്ട് മാ അഖത്തു മിൻ അഹബ്ബു ഇലയ്യ, ഇതാ നബിയെ താക്കോല് ഇഷ്ടമുള്ളതെടുത്തോ. എന്തിനാ നബിയെ എന്നോട് ചോദിക്കാൻ മടിക്കുന്നത്? എന്തിനാ നബിയെ? ഒരു വാക്ക് പറഞ്ഞാ ഞാൻ തരുമല്ലോ നബിയെ. ഫാത്തിമയ്ക്ക് കൊടുക്കാം 100 വട്ടം എനിക്ക് സമ്മതമാ. ഏത് വീട് വേണം നബിയെ? ഏത് വീട് വേണം നബിയെ? എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഫാത്തിമ ബീവിയുടെ വീടിന്റെ പാല് കാച്ച് നടക്കാൻ പോവുകയാണ്. ഒന്നുമില്ലടോ, ആ വീടല്ലാതെ ഒന്നുമില്ല, ആ വീടല്ലാതെ ഒന്നുമില്ല. ഫാത്തിമ ബീവി വീട്ടിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു കട്ടില് കൊടുത്തു, ഒരു ചെറിയ കട്ടില് കൊടുത്തു, ഒരു
വിരിപ്പ് കൊടുത്തു, ചെറിയ പാത്രങ്ങൾ കൊടുത്തു, ഒരാട്ടുകല്ല് കൊടുത്തു. 7 കാര്യങ്ങൾ മാത്രമാണ് ആ ഫാത്തിമയുടെ വീടിനകത്തുണ്ടായിരുന്നത്. 7 കാര്യങ്ങളുമായിട്ടാണ് ഫാത്തിമ കടന്നു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ആ വീടിനകത്ത് പടച്ചവനെ താമസിക്കുകയാണ്. ഭാര്യയും ഭർത്താവ് സ്വന്തമായിട്ടൊരു വീടായല്ലോ. എന്തൊരു സന്തോഷമെന്നറിയോ, എന്തൊരു സന്തോഷമെന്നറിയോ. പരസ്പരം മത്സരിക്കുകയാണ്, ഭാര്യയും ഭർത്താവും മത്സരിക്കുകയാണ്. പടച്ചറപ്പേ, പായിപ്പാടുള്ള പെങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയണം മോളെ, നാവിന് നീളമുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. പറയുന്നത് എന്താണെന്നറിയില്ലല്ലോ. പല വീടുകളിലും വഴക്കുകളും ബഹളങ്ങളുമാണല്ലോ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വന്തം വീടിനകത്തായി സ്വാതന്ത്ര്യമായി അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ ഒരു വാക്കു പറഞ്ഞു. അലിയാരിതങ്ങൾ പിണങ്ങി. ഇന്ന് വീടാകുമ്പോ ഭാര്യയും ഭർത്താവും ചട്ടിയും കലവാകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കും. അതൊക്കെ ഉണ്ട്. ഫാത്തിമ ബീബി സംസാരിച്ചു കൊണ്ടിരുന്നതിന്റെ ഇടയിൽ എന്തോ പറഞ്ഞു. അലിയാര് തങ്ങൾ പിണങ്ങി, അലിയാര് തങ്ങൾ പിണങ്ങി. ഇനി ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാര് ചിന്തിക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് 80 പ്രാവശ്യം പോയിട്ട് സോറി പറഞ്ഞു. എത്ര പ്രാവശ്യം പോയിട്ട്? ഭർത്താവ് പിണങ്ങിയിരുന്നപ്പോ ഫാത്തിമ ബീവി പോയിട്ട് 80 പ്രാവശ്യം സോറി പറഞ്ഞു. എന്നിട്ടും അലിയാര് തങ്ങൾ മിണ്ടിയില്ല. എന്നിട്ടും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല മിണ്ടാൻ തയ്യാറായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി അലിയാര് തങ്ങളോട് പറയാ, ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കഴിക്കില്ല. ഭർത്താവിന്റെ കാൽ ചുവട്ടിൽ പോയിട്ട് ഇരുന്നു. ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളവും കുടിക്കില്ല. നിങ്ങൾ മിണ്ടണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ വേണമെങ്കിൽ അവള് വന്ന് മിണ്ടട്ടെ, വേണമെങ്കിൽ അവള് വന്ന് മിണ്ടട്ടെ. ഇക്കാടെ കയ്യിലല്ലേ കുഴപ്പം, എന്റെ കയ്യിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാ? അങ്ങനല്ല സഹോദരി. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ ഞാൻ ഉള്ളത് പറയാം. എടോ, ഭർത്താവിന്റെ കയ്യിലാണ് പോരായ്മയെങ്കിലും ഭാര്യ ഒന്ന് താഴ്ന്നു കൊടുക്കണം. ഭർത്താവിന്റെ കയ്യിലാണ് പോരായ്മയെങ്കിലും ഭാര്യ ഒന്ന് താഴ്ന്നു കൊടുക്കണോടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ താങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഭർത്താവിന്റെ അടുക്ക പറഞ്ഞു 80 പ്രാവശ്യം സോറി പറഞ്ഞു. എന്നിട്ട് മിണ്ടുന്നില്ല. ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ആ കാൽ ചുവട്ടിലിരുന്ന സത്യാഗ്രഹം നടത്തി അലിയാര് തങ്ങൾ സംസാരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റത് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതെവിടുന്ന് പഠിച്ചെന്നറിയോ? ഇതെവിടെ നിന്നാ പഠിച്ചെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചില പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ വീട്ടിൽ പോ, നീ പോ ഖദീജ, നീ പോ, ഈ മക്കളുടെ പട്ടിണി കിടക്കില്ലേ, ഈ മക്കളെയും കൊണ്ട് നീ വീട്ടിൽ പോ. അപ്പോഴാണ് ഖദീജ ബീബി പറഞ്ഞത്, നബിയെ, പട്ടിണി കിടന്ന് മരിക്കാനും ഞാൻ തയ്യാറാണ്. മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ മരിക്കും, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടുള്ളൊരു ജീവിതമില്ല. ഇത് പറയുന്നത് 5ാമത്തെ വയസ്സിൽ കേട്ട് വളർന്ന മകളാണ് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടി കാണുന്നത് അത്തായി അമ്മായി തമ്മിലുള്ള അടിയാണ്. വീടിനകത്ത് കിടന്നുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. ചുമ്മാതല്ല, 7ാം ക്ലാസ്സിലാവുന്നതിന് മുമ്പ് മക്കളും വിളിക്കാൻ തുടങ്ങുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നലെ കബീർ വാക്കവി ആരോ പറഞ്ഞു, വാപ്പ വലിച്ചിട്ട് ഇട്ട വീഡിയോ എടുത്ത ഞാൻ വലിച്ചു പഠിച്ചെന്ന് മക്കള് പറയണ പോലെ ചീത്ത വിളിക്കാൻ പഠിച്ചത് എവിടെന്നാ? അത്ത അമ്മായ വിളിക്കണ കേട്ടിട്ട്. നാവെടുത്ത തന്തയ്ക്കും തള്ളയ്ക്ക് വിളിക്കത്തുള്ളൂ. എന്തെല്ലാം മോശമായ ചീത്ത. ഇത് കേട്ടാ നമ്മുടെ മക്കള് വളരുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാകട്ടെ. ആമീൻ പറയണോ? ആമീൻ പറ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. എൻ്റെ അടുത്തൊരു മാതാവ് പറഞ്ഞ ഒരു രംഗം, ഒരു പിതാവ് പറഞ്ഞ ഒരു രംഗം എന്തെന്നറിയോ? ഇപ്പൊ അവര് ഹോസ്പിറ്റലിലാണ്. അവർക്ക് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ. 50 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് അവരുടെ ബ്ലഡ് മാറ്റി വെക്കുന്നു. ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, തലയ്ക്കകത്ത് എന്തോ ഒരു ചെറിയ പ്രയാസം കാണുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അവരുടെ തലയിൽ ട്യൂമർ ആയിരുന്നു.
അവർക്ക് ബ്ലഡിൽ ക്യാൻസർ, തലയിൽ ട്യൂമർ, ഇതുമായി ബന്ധപ്പെട്ട സമയങ്ങൾ നടക്കുമ്പോ ഗൾഫിലുള്ള മകള് പറഞ്ഞു അത്ര ഉപ്പാനോട് വിളിച്ചിട്ട്, ഉപ്പാ എന്റെ 60 പവൻ അവിടെ തന്നെ വെച്ചേക്കണം, എടുക്കരുതെന്ന്. എന്റെ സ്വർണമൊന്നും എടുക്കാൻ പാടില്ല, അത് അവിടെ വെച്ചേക്കാൻ. ഒരു മകള് പറയാ, സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ മക്കൾ അങ്ങനെ ആയിപ്പോയടോ. എന്തെങ്കിലും സംഭവിച്ചാ പറഞ്ഞാൽ മതി, ഞാൻ വരുന്ന മരിച്ച അറിയിച്ച വരാൻ. ഇതാ നമ്മുടെ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്ത്, നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് ഉപകാരപ്പെടും. ആ നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിർത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ചരിത്രം ഇങ്ങനെയായിരുന്നു. ഇനി ഭർത്താക്കന്മാരോട് പറയുകയാ, തെറ്റുപറ്റിയാ സമ്മതിക്കണം സഹോദരാ. അത് ഇമാമാണെങ്കിലും പ്രവാസകനാണെങ്കിലും ഖത്തീബാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പറയുന്നത് തെറ്റുപറ്റിയാ സമ്മതിക്കണം സഹോദരാ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുമല്ലോ. അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചരിത്രം അറിയുമല്ലോ. അയ്യൂബ് നബിയുടെ മുന്നിൽ ഇബ്ലീസ് വന്നിട്ട് പറയുന്ന, അയ്യൂബ് നബിയെ, നിങ്ങളുടെ ഭാര്യ വ്യഭിചാരത്തിൽ പിടിച്ചു, അതുകൊണ്ട് അവരുടെ മുടി മുറിച്ചെടുത്തു. ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യൂബ് നബിയോട് പറയുന്നു, നിങ്ങളുടെ ഭാര്യ അതാ നിങ്ങളെ വഞ്ചിച്ചു, അതിന്റെ പേരിൽ അവരുടെ മുടി മുറിച്ചു. അയ്യൂബ് നബിയോട് ഇബ്ലീസ് വന്ന് പറയുകയാണ്, അതാ അയ്യൂബ് നബിയുടെ ഭാര്യ വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടത്തെ മുടി കാണുന്നില്ല. ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാഹ് കേട്ടത് സത്യമാണോ? അവസാനം അയ്യൂബ് നബി അവിടെ നിന്ന് ചോദിച്ചു, എന്തു പറ്റി? അപ്പോഴാണ് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുന്നത്. തന്റെ ഭാര്യ തെറ്റുകാരിയല്ല എന്ന് മനസ്സിലായപ്പോ അയ്യൂബ് നബി പറയുന്നു, പെണ്ണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ പെണ്ണേ. അല്ലാഹുവേ, ഒരു പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചടോ. പാടുള്ള ആണുങ്ങളോട് പറയുകയാ, തെറ്റുപറ്റിയാ തിരുത്തണേ, പിഴവ് പറ്റിയാ പൊരുത്തം ചോദിക്കണേ. അല്ലാഹുവേ, നിർത്തുകയാണ് പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള്, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ തന്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റബ്ബേ അല്ലാഹുവിന്റെ റസൂലിന് അവിടെ നിന്ന് രോഗം വരുന്നത്. പ്രവാചകന് രോഗം കൂടുകയാണ്, നിബിധങ്ങൾക്ക് രോഗം കൂടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളെന്ന ഭർത്താവിനോട് ചെന്ന് ചോദിച്ചു, അലിയേ, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, ഞാനൊന്ന് പോകട്ടെ അലിയേ. അലിയാർ തങ്ങളോട് ഫാത്തിമ ചോദിക്കുകയാ, എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, ഞാനൊന്ന് പോയി നിൽക്കട്ടെ, എന്റെ ഉപ്പാന്റെ അടുക്കൽ പോയിട്ടൊന്ന് ഖിദ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ, അലിയാർ തങ്ങൾ അനുവാദം കൊടുത്തിട്ടാണ് ഫാത്തിമ പോയത്. വൈപാട് ഒരുമിച്ച് കൂടിയ പെങ്ങളെ, ഭർത്താവിന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ പുറത്തു പോകുന്നത്? നിനക്കതിന്റെ ആവശ്യമില്ലല്ലോ. വൈപാട് കവലയിൽ ചെന്ന് നിന്നിട്ട് വിളിക്ക്, ഞാനിവിടെയുണ്ട്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ പുറത്തിറങ്ങല്ലേ, തിരിച്ചു വരുന്നത് വരെ ശാപമാ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം കിട്ടും പെങ്ങള്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഇറങ്ങരുത്. എത്ര വലിയ കോടീശ്വരിയാണെങ്കിലും ഇറങ്ങരുത്. നിനക്ക് ചരിത്രമറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അതാ ഒരു പെണ്ണൊരാളെ പറഞ്ഞു വിടുകയാ, ഒരു സംശയം ചോദിക്കാൻ. എന്ത് സംശയമെന്നറിയോ? ഭർത്താവ് പറഞ്ഞു, ഇനി നീ പോകരുത്, നിന്റെ വീട്ടിലേക്ക് പോകരുത്, ഞാൻ വരുന്നത് വരെ ഈ വീടിന്റെ പുറത്ത് നീ ഇറങ്ങരുത്, നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല. അച്ഛന് സാധാരണ അങ്ങനെയാണ്. ഭർത്താക്കന്മാർക്ക് ദേഷ്യം വന്നാ ആദ്യം പറയും, നീ നിന്റെ വീട്ടിൽ പോകരുത്. ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, പടച്ചവനെ, അതാ ജനങ്ങള് വന്നിട്ട് പറഞ്ഞു, പെണ്ണ്, നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, കാണാൻ വരാറ്, നിന്നെ കാണണം
കാണണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ പെണ്ണ് നബി തങ്ങളോട് സംശയം ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് പറഞ്ഞു വീടിന് പുറത്തിറങ്ങരുത്, വീടിന് പുറത്തിറങ്ങരുതെന്ന് എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഞാൻ കാണാൻ പോകട്ടെ നബിയെ. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് പറഞ്ഞത് നീ അനുസരിക്ക്. വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഭർത്താവ് പറഞ്ഞു ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങരുത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നിന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുന്നു, നീ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞത് അനുസരിക്കല നല്ലത്. കുറച്ചു ദിവസം കഴിഞ്ഞു, ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നിന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കാൻ, മരിക്കാൻ പോവാ, അവസാനമായിട്ട് കാണണമെങ്കിൽ വാ. വാപ്പ മരിക്കാൻ കിടക്കുകയാ, കാണാൻ ആഗ്രഹമുണ്ട്, ഉപ്പാന് നീ വാ. അപ്പോഴും നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത്, നിന്റെ ഭർത്താവ് പറഞ്ഞത് അനുസരിക്കലാണ് നല്ലത്. കുറച്ചു കഴിഞ്ഞു, പെണ്ണെ, വാപ്പ മരിച്ചു, മയ്യത്ത് കൊണ്ടുപോവുകയാ, അവസാനമായിട്ട് കാണണമെങ്കിൽ വാ. വാപ്പ മരിച്ചു, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉപ്പാനെ കാണാൻ പറ്റില്ല ദുനിയാവില്, അവസാനമായിട്ടൊന്ന് കാണണമെങ്കിൽ നീ വാ. അപ്പോഴും പെണ്ണ് നബിതങ്ങളോട് ചോദിച്ചു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, വാപ്പ പറയുന്നു, ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. ആ പെണ്ണ് പോയില്ലടോ, ആ പെണ്ണ് പോയില്ല. നമ്മുടെ ആമിനെ അവിടെ ചെന്നിട്ട് വിളിച്ചു പറയും, ഞാനിവിടെ എത്തിയത്. ഒരു പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ശപിക്കും. പോയതാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് വാപ്പാടെ മുമ്പിൽ ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വാപ്പ രോഗം പിടിച്ച് കിടക്കുകയാ. വാപ്പാടെ മരണസമയം അടുത്തു. നബിതങ്ങൾക്ക് രോഗം പിടിച്ച് കിടക്കുകയാ. കണ്ടപ്പോ തന്നെ നബിതങ്ങൾക്ക് സന്തോഷമായി. ഫാത്തിമ ബീബിയെ കണ്ടപ്പോ തന്നെ സന്തോഷമായി. ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തു. ഉപ്പാന്റെ കയ്യും കാലും എല്ലാം തടകി കൊടുത്തു. എല്ലാരും മാറ്. ഫാത്തിമ ബീബി നബിതങ്ങളുടെ ചാരത്തിരുന്ന് കയ്യും കാലും ഒക്കെ തടകി കൊടുത്തിട്ട് ഉപ്പാന്റെ അടുത്ത് പോയിരുന്ന് കാലിന്റെ അടുത്തിരുന്ന് കരഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇഞ്ഞു വാ ഫാത്തിമ, അടുത്തു വാ. നബിതങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോളെ, വാപ്പച്ചി ഒരു രഹസ്യം പറയട്ടെ, വാപ്പച്ചി ഒരു രഹസ്യം പറയട്ടെ. എന്താ ഉപ്പ? മോളെ, ഉപ്പ എന്റെ മരണം അടുത്തു. വാപ്പ തന്റെ മകളോട് പറഞ്ഞു കൊടുക്ക, എന്റെ മരണം അടുത്തു ഫാത്തിമ. കാരണം എല്ലാ വർഷവും ഒരു ഖത്ത് ഞാൻ ഓതി കേൾപ്പിക്കാറുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ. ഈ പ്രാവശ്യം 2 വട്ടം നിർബന്ധിച്ച് ഓതിപ്പിച്ചു. അപ്പൊ അടുത്ത റമദാനിന് ഞാൻ ഉണ്ടാകുമെന്നില്ല, എന്റെ മരണം അടുത്തു മോളെ. ഇത് പറയുന്നതും ഫാത്തിമ കരയുകയാ. ഇത് പറഞ്ഞ ഉടനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, കരച്ചിൽ തുടങ്ങി. ഉപ്പാന്റെ കാലിനടുക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഫാത്തിമ. തന്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും വിളിച്ചു, ഇങ്ങ വാ മോളെ, ഇങ്ങ വാ. അടുത്ത് ചെന്നു ബാപ്പ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ഞാൻ പോയ എന്റെ തൊട്ടു പുറകിൽ നീയും മരിക്കും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ എന്ന മകളോട് പറഞ്ഞു കൊടുക്ക, ഞാൻ മരിച്ച നീ എന്റെ കൂടെയുണ്ട് ഫാത്തിമ. ഫാത്തിമ ഉപ്പാനോട് ചോദിച്ച ചോദ്യം, ഉപ്പ നിങ്ങൾ പോയാ ഞാൻ ആരാ? ഉപ്പ എന്റെ ഉമ്മ പോയി, ഉപ്പ നിങ്ങളും പോയാ എനിക്ക് ആരാ ഉള്ളേ? ഞാൻ ഒറ്റയ്ക്കായി പോകില്ലേ? അങ്ങനെ സങ്കടപ്പെടുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ ആദ്യം മരിക്കുന്നത് നീയാ. ഒരൊറ്റ ചിരിയ സഹോദര. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ നബിതങ്ങൾ പറഞ്ഞു, നീ മരിക്കും, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരണപ്പെടുന്നത് നീയാണ് ഫാത്തിമ. നബിതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഫാത്തിമ ചിരിക്കുകയാണ്. മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച പെണ്ണാണ് ഫാത്തിമ. മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു പേടിയുമില്ലാതെ ചിരിച്ചവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ധൈര്യമുണ്ടോ മോളെ? നിരന്നിരിക്കുന്ന ആണുങ്ങളോട് ചോദിക്കുകയാ, മരണം പറഞ്ഞാ ചിരിക്കാ ധൈര്യമുണ്ടോ? മരണം പറഞ്ഞാ ചിരിക്കാ ധൈര്യമുണ്ടോ?
എന്റെ പ്രിയപ്പെട്ടവരെ പേടിയാടോ? എപ്പോഴെവിടെ വെച്ച് വേണമെങ്കിലും മരണം കടന്നു വരുമല്ലോ. ഈ വാക്ക് പറയുന്ന ഞാന് നാളെ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിനുണ്ടാകുമെന്ന് പറയാൻ കഴിയുമോ സഹോദരാ? എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. ഈ പായിപ്പാട് പള്ളിയുടെ ചാരത്തിരിക്കുന്നവരോട് പറയുകയാ, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സ്വർഗമല്ല ചോദിക്കുന്നത്, നരകമോചനമല്ല ചോദിക്കുന്നത്, സമ്പത്തല്ല ചോദിക്കുന്നത്. ഈ പള്ളിയുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരുമ്പോ അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? ഞാനിവിടെ നിൽക്കുമ്പോ ഒരു ചെറിയ കുഞ്ഞിന്റെ കയ്യിൽ ഒരു കെട്ട് കണ്ടടോ. ഒരു 5 വയസ്സുള്ള ഒരു ചെറിയ മകളുടെ കയ്യിൽ ഒരു കെട്ട് കണ്ടോ. ഉമ്മയുമുണ്ട്, ആ കുട്ടിയുമുണ്ട്, ഒരു സഹോദരനുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ മജ്ജ മാറ്റി വെക്കാൻ പറഞ്ഞിരിക്കുകയാ, ലക്ഷക്കണക്കിന് രൂപ വേണം ഉസ്താദേ. എന്ന് പായിപ്പാട് പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് ആ മിമ്പറിന്റെ ചാരത്തൊരു പൊന്നുമോള് നിൽക്കുന്നത് കണ്ട് കാണാനെന്ത് സൗന്ദര്യമെന്നറിയോ? ആ പൊന്നുമോളുടെ മുഖത്ത് എന്തൊരു സൗന്ദര്യമാ, എന്തൊരു ഭംഗിയാ. ആ കുട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. ബോധുന്ന മിമ്പറും പിടിച്ചിട്ട് ആ പൊന്നുമോള് നിന്നപ്പോ അടുത്ത് നിന്നപ്പോഴാ പറയുന്നത്, ഉസ്താദേ നടക്കാൻ പറ്റില്ല ഉസ്താദേ, എന്റെ പൊന്നുമോക്ക് നടക്കാൻ പറ്റില്ല. എടോ, ഇതുപോലെ എത്ര പേരെ കാണുന്നവരാണ്. ഇന്ന് സംഘാടകർ ബക്കറ്റുമായിട്ട് മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവോട് പറയേണ്ടതെന്തെന്നറിയോ? അല്ലാഹുവോട് പറയേണ്ടതെന്തെന്നറിയോ? ഇതുപോലെ പള്ളിയുടെ മുമ്പിൽ വെള്ളിയാഴ്ച വന്നിരുന്ന് യാചിക്കേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാൻ എനിക്ക് വയ്യ പടച്ചവര്. അങ്ങനെ ഒരു ഗതി വരുത്തല്ല തമ്പുരാന്. വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണുന്നവരല്ലേ സഹോദരാ? പടച്ചവനെ, രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീഡിയോ എടുക്കുകയാണ്. രോഗം പിടിച്ചു കിടക്കുന്ന ഭർത്താവ്, രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പ, ആ രോഗികളുടെ ചാരത്ത് നിന്നിട്ടും മക്കള് കരയുകയാ. എന്റെ ഉപ്പാനെ സഹായിക്കണേ, എന്റെ ഉപ്പാനെ സഹായിക്കണേ. ഒന്ന് ഷെയർ ചെയ്യണേ മോനെ. നിനക്കും വീടുണ്ടല്ലോ, അന്ന് വിചാരിച്ച അങ്ങനെ ഒരു വീഡിയോ നിന്റെ വീടിനകത്ത് എടുക്കാമല്ലോ. ഈ പള്ളിയുടെ മുമ്പിലിരുന്ന് പിരിവെടുക്കുന്നവരെ കണ്ടിട്ടില്ല. ഇന്ന് ബക്കറ്റ് നിന്റെ മുമ്പിൽ വരികയാ. അല്ലാഹുവോട് പറയണം, അല്ലാഹുവോട് പറയണം, പടച്ചവനെ മരിക്കുന്ന കാലം വരെ എന്റെ കൈ ഒരാളുടെ മുമ്പിലും നീട്ടേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. മനസ്സറിഞ്ഞു കൊണ്ടെടുക്കണോ? എന്തേ സഹോദരാ നമുക്ക് സംഭവിച്ചത്? പടച്ചവനെ, വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോ അല്ലാഹുവേ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടാൻ മടിയില്ലാത്തവര് എന്തേ വന്നിട്ട് ഇങ്ങനെ ഒരു നല്ല അവസരം തന്നിട്ട് ഇടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? അതുകൊണ്ട് ഒരാളും ഇന്നിവിടെ ഇരുന്ന് മിണ്ടാതെ ഇരിക്കരുത്. എല്ലാവരും അവരുടെ പോക്കറ്റിലേക്ക് കൈയിട്. അന്ന് തന്നതിൽ നിന്നൊരു വിഹിതമെടുക്ക്. ഒരു നല്ല സദഖ എടുക്കണോ? മനസ്സറിഞ്ഞിട്ട് പറയണോ? വടി പോലെ നടക്കുന്ന നിന്നെ ഒറ്റ കടപ്പിൽ കടത്താൻ അല്ലാതെ കഴിയുമല്ലോ. അങ്ങനെ നടന്ന പലരും പള്ളിപ്പറമ്പിലെത്തിയില്ല, പലരും കടന്നു പോയില്ല. ഒരു രോഗമില്ലാത്തവർ വീണ് മരിച്ചു പോയില്ല. ശരീരം തളർന്നു കിടക്കുന്നവരില്ല, ക്യാൻസർ രോഗികളില്ല, മാരകമായ രോഗമുള്ളവരില്ല. അതുകൊണ്ട് സഹോദരാ, ബക്കറ്റുമായിട്ട് വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടെടുത്തോ, മനസ്സറിഞ്ഞുകൊണ്ടെടുത്തോ. അല്ലാഹുവിന്റെ മലക്കുകള് സാക്ഷികളാ, അല്ലാഹുവിന്റെ മലക്കുകള് സാക്ഷികളാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക് നാഥാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ.
പടച്ചവനെ മരിക്കണ കാലം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത്. ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. ഇട് ചങ്ങായിമാരെ, പൈസ എടുക്കണ്ട, ഒന്ന് കൈയിട്, ഒന്ന് കൈയിട്. അല്ലാഹുവേ, ഈ പോക്കറ്റിൽ കൈയിടുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ഇടടോ ചങ്ങാതി, പൈസ എടുക്കണ്ട. ബക്കറ്റുമായിട്ട് പോകുന്നവർ സ്പീഡ് കുറയ്ക്കുക, ബക്കറ്റുമായിട്ട് പോകുന്നവർ സ്പീഡ് കുറയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ളതൊരു സദഖ. ഒക്കെ അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത് സല്ലല്ലാഹു അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അതുകൊണ്ട് 12 മണിയായി നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയോട് പറഞ്ഞു, മോളെ, അടുത്തത് നീയാ, അടുത്തത് നീയാ. പറഞ്ഞത് സത്യമായിരുന്നു പെങ്ങളെ, പറഞ്ഞത് സത്യമായിരുന്നു പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് പറഞ്ഞത് സത്യമായിരുന്നു. പടച്ചവനെ, ഫാത്തിമ ബീവി 29 വയസ്സായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ 29 വയസ്സായി. തന്റെ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാ. 29ാമത്തെ വയസ്സിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മനസ്സിലായി പോകാ സമയമായെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വാപ്പ പറഞ്ഞത് സത്യമാ മോളെ. അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ പറഞ്ഞത് കള്ളമായിരുന്നില്ല. അപ്പാ, നിങ്ങൾ എന്റെ ഉമ്മ പോയി, എന്റെ ഉമ്മ പോയി, നിങ്ങളും പോയാൽ എനിക്കാരാ വാപ്പാ? നിങ്ങളും പോയാൽ ഈ ഫാത്തിമയ്ക്കാരാ ഉള്ളത്? അലിയാർ തങ്ങളെന്ന ഭർത്താവുണ്ട്, ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന മക്കളുണ്ട്. എന്നിട്ടും അവിടെ നിന്ന് പറയുകയാ, വാപ്പാ, നിങ്ങൾ പോയാൽ എനിക്കാരാ ഉപ്പാ? പായിപ്പാടുള്ള പെങ്ങളെ, വാപ്പാനെ സ്നേഹിക്കണം പെങ്ങളെ. ഞാൻ പറയുന്നത് വാപ്പയെ സ്നേഹിക്കണം പെങ്ങളെ. പായിപ്പാടുള്ള പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ വാപ്പയാടോ? നിന്റെ ശരീരത്തിട്ടിരിക്കുന്ന സ്വർണം നിന്റെ ഭർത്താവ് വാങ്ങിത്തന്നതല്ല, നിന്റെ വാപ്പ വാങ്ങിത്തന്നതല്ലേ? ആദ്യമായിട്ട് വാങ്ങിത്തന്ന സ്വർണമല്ലേ? നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നത് വാപ്പയല്ലേ? വാപ്പാനെ സ്നേഹിക്കണം പെണ്ണുമോളെ. അലിയാര് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? 29 വയസ്സുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഒരു ദിവസം കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. കുളിച്ചൊരുങ്ങിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അലിയാർ തങ്ങളുടെ ചാരത്ത് പോയിരുന്നു. 29 വയസ്സുള്ള പെണ്ണന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. 29 വയസ്സുള്ള നിന്റെ മകളുടെ പ്രായമേ ഫാത്തിമയ്ക്കുള്ളൂ. ആ ഫാത്തിമ എന്ന പെണ്ണ് അല്ലാഹുവേ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നപ്പോ കഴിക്കാ ഭക്ഷണം കൊടുത്ത് അവസാനം ഭർത്താവിന്റെ മടിയിലെ തല വെച്ചിട്ട് ഫാത്തിമ ബീബി ചോദിക്കുന്നു, അലിയേ, എനിക്ക് പൊരുത്തം തരുമോ അലിയേ? എനിക്ക് പൊരുത്തം തരുമോ അലിയേ? ഞാൻ പോകുകയാണ് അലിയേ. എന്റെ മരണമടുത്തു അലിയേ, എന്റെ മരണമടുത്തു അലിയേ. 29 വയസ്സുകാരിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ മരണത്തിന്റെ വേളയിൽ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാ. ഇതെവിടെ നിന്നാ പഠിച്ചതെന്നറിയോ? എവിടെ നിന്നാണ് പഠിച്ചതെന്നറിയോ? 15ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ, 15ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പാടെ മടിത്തട്ടിൽ കിടന്നിട്ട് പൊരുത്തം ചോദിച്ചത് കണ്ടു വളർന്നവളാ. തന്റെ 15ാമത്തെ വയസ്സില് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നിട്ട് ഖദീജ എന്ന പ്രിയപ്പെട്ട ഉമ്മ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്ക് പൊരുത്തം തരണേ നബിയേ.
എനിക്ക് പൊരുത്തം തരണേ നബിയേ. ഉമ്മ ഉപ്പാനോട് പൊരുത്തം ചോദിച്ചിട്ട് മരിച്ചത് കണ്ടവളാ. ഉപ്പായോട് പൊരുത്തം ചോദിച്ചിട്ട് ഉമ്മ മരിക്കുന്നത് കണ്ടവളാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. തന്റെ വാപ്പ 63-ാമത്തെ വയസ്സിൽ തന്റെ ഉമ്മയായ ആയിഷ ബീബിയുടെ നെഞ്ചത്ത് ചാരിക്കടന്നിട്ട് വാപ്പ പൊരുത്തം ചോദിക്കുന്നത് കണ്ടു വളർന്നവളാ ഫാത്തിമ. ഉമ്മ ചൊരുത്തം ചോദിക്കുന്നതും കണ്ടു, വാപ്പ ഭാര്യയോട് പൊരുത്തം ചോദിക്കുന്നതും ഈ ഫാത്തിമ കണ്ടു. ആ ഫാത്തിമയാണ് 29-ാമത്തെ വയസ്സിൽ തന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ചോദിക്കുന്നു, അലിയേ എന്റെ മരണമെടുത്തു വലിയേ, എന്റെ മരണമെടുത്തു വലിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ. ഫാത്തിമ ബീബി ഹസനെയും ഹുസനെയും വിളിച്ചു, തന്റെ പൊന്നാര മക്കളെ വിളിച്ചു, കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തു, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കളെ തല്ലല്ലേ, എന്റെ പൊന്നാര മക്കളെ തല്ലല്ലേ, എന്റെ ഹസനെയും ഹുസൈനെയും പൊന്നുപോലെ നോക്കണേ അലിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ പറഞ്ഞ വാക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന പൊന്നുമോളെ പിടിച്ചു കൊടുത്തിട്ട് ഉമ്മ ഉപ്പാനോട് പറഞ്ഞു, എന്റെ മോളെ തല്ലരുത്, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണം. ഇതുപോലെ ആയിഷ ഖദീജ ബീവി അവിടെന്ന് പറഞ്ഞിട്ട് മരിച്ചപ്പോ ഫാത്തിമ ബീവി തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, എന്റെ പൊന്നുമക്കളെ നോക്കണേ, എന്റെ കുറവർക്ക് വരരുത്, ഒരു ഉമ്മയുടെ കുറവർക്ക് വരരുത്, എന്റെ പൊന്നുമക്കളെ തല്ലരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊരുത്തം ചോദിക്കുകയാ. തന്റെ പൊന്നാര മക്കളെ ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ചു, തന്റെ പൊന്നാര മക്കളെ ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പായിപ്പാട് പള്ളിയിൽ വന്ന പെങ്ങളെ, സങ്കടമുണ്ട് പെങ്ങന്മാരെ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറയുകയാണ്, ഞാൻ മരിച്ച രാത്രി വേണം കബറടക്കാൻ, ഞാൻ മരിച്ച രാത്രി വേണം കബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അലിയാർ തങ്ങളോട് പറയുന്നു, എന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിയുന്നത് അന്യപുരുഷന്മാരാണ്, എന്റെ ജനാസ ചുമക്കുന്നത് ആണുങ്ങളാണ്, എന്റെ ജനാസ ഖബറിൽ ഇറക്കുന്നതും ആണുങ്ങളാണ്. 3 കഷ്ടം വെള്ള തുണിയിൽ വരിഞ്ഞു കെട്ടിയിട്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് പകലാണെങ്കിൽ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുത്, അത് മരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പായിപ്പാടോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ പോയി ഫർദ എടുക്കും, ഇട്ടു നോക്കിയിട്ടാണ് ഫർദ എടുക്കുന്നത്, എല്ലാ പെണ്ണുങ്ങളും ഇട്ടു നോക്കിയിട്ടാണ് എടുക്കുന്നത് എന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഇട്ട് നോക്കി കൊണ്ടുവന്ന ഫർദയുടെ സൈഡ് എടുത്ത് അടിച്ച് ടൈറ്റാക്കുന്ന പെണ്ണേ, പായിപ്പാടുള്ള സഹോദരിമാരോട് ഇമാമല്ലേ പറയണമല്ലോ, ഇമാമല്ലേ പറയണമല്ലോ, പറഞ്ഞില്ലെങ്കിൽ അല്ല എന്നെ വെറുതെ വിടില്ലല്ലോ. ഇഷ്ടപ്പെട്ട ആരുമില്ലെങ്കിലും പറയും, പെങ്ങള് ഈ പള്ളിക്കകത്ത് കേറാൻ മുസ്ലിമീങ്ങളായി എത്രയോ പെണ്ണുങ്ങൾ വന്നല്ലോ, എത്രയോ പെണ്ണുങ്ങൾ ഈ പള്ളിക്കകത്ത് കേറിയല്ലോ. പലരും കേറിയപ്പോ തലമറച്ചുകൊണ്ട് കേറിയപ്പോ ഈ വാഴ് കേൾക്കാമെന്ന ഉമ്മ പള്ളിക്കകത്ത് കയറിയിട്ട് പോലും തലമറക്കാതെ നടക്കുന്ന മുസ്ലിം പെണ്ണ്, എങ്ങനാ മോളെ, എങ്ങനാ മോളെ? ഫോട്ടോയെടുത്തതിനെ കുറ്റം പറയുന്നില്ല, ഉസ്താദന്മാര് നടക്കുന്നില്ല, പ്രായമുള്ളവര് നടക്കുന്നില്ല, എത്രയോ പേര് നടക്കുന്നില്ല. നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ പോലും തലമറച്ചുകൊണ്ട് കേറിയില്ലേ? ഇത്
ഇതിനകത്ത് കയറിയിട്ട് പോലും നിനക്കതനില്ല, മനസ്സില്ലാതെ പോയല്ലോ. നിങ്ങളുടെ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കുതിക്കുമ്പോ ഇന്നത്തെ 29 വയസ്സുകാരി റീൽസ് ഇടുന്ന കാലമാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോനുണ്ടല്ലോ, ആ 29 വയസ്സുകാരി പടച്ചവരെ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ച് എങ്ങനെയാണ് കബറടക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. കുളിച്ചൊരുങ്ങി കഫം തുണിയുമെടുത്തിട്ട് മുഖത്തേക്കിട്ടിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തീർന്നു മക്കളെ. 29ാമത്തെ വയസ്സില് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല യാത്രയാകുകയാണ്. കൊണ്ടുപോയടോ കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. ഇന്നും പോയാ കാണാമല്ലോ, ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കി. എന്നിട്ട് വീട്ടിലേക്ക് വന്നു. രാത്രിയായപ്പോ സുബ്ഹാനല്ലാഹ് അലിയാര് തങ്ങളുടെ മക്കളെയും കെട്ടിപ്പിടിച്ച് വീടിനകത്തിരിക്കുകയാ. തന്റെ പൊന്നാര മക്കളെയും കെട്ടിപ്പിടിച്ച് വീടിനകത്തിരിക്കുകയാണ്. തന്റെ മക്കൾ ഉറങ്ങിയപ്പോ ഒരു ദിവസമേ ആയുള്ളൂ. ഇന്നലെ രാത്രി ഫാത്തിമ കൂടെയുണ്ട്, ഇന്നത്തെ രാത്രി ഫാത്തിമ കൂടെയില്ല. ഒറ്റ രാത്രിയേ ആയുള്ളൂ. അലിയാര് തങ്ങൾക്ക് സങ്കടമായി. ഫാത്തിമ ഇല്ലാതെ കഴിയുന്നില്ല, ഫാത്തിമ ഇല്ലാതെ കഴിയുന്നില്ല. അലിയാര് തങ്ങള് രാത്രിയിൽ പോകുകയാണ്. ജന്നത്തുൽ ബഖീൽ ചെന്നു. തന്റെ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ചെന്നു. അലിയാര് തങ്ങള് ചെന്നിട്ട് പറഞ്ഞു ഫാത്തിമ. അവിടെ ഫാത്തിമയോട് സലാം പറയുകയാ. ജന്നത്തുൽ ബഖീൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ചെന്ന് അവിടെ സലാം പറഞ്ഞു. മടക്കുന്നില്ല. അലിയാര് തങ്ങൾ ചോദിക്കുന്നു ഫാത്തിമ പിണങ്ങിയോ? ഫാത്തിമ നോട് പിണങ്ങിയോ? ഫാത്തിമ എന്തേ സലാം അടക്കാത്തത്? പിണങ്ങല്ലേ ഫാത്തിമ? രണ്ടാമതും സലാം പറഞ്ഞു. ഫാത്തിമ സലാം അടക്കുന്നില്ല. പടച്ചവനെ, അലിയാര് തങ്ങള് പിണങ്ങി മണിയറക്കകത്ത് കിടക്കുമ്പോ, ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ട് കിടക്കുമ്പോ അടുത്ത് കിടന്നിട്ട് പിണങ്ങല്ലേ പിണങ്ങിക്കിടക്കുന്ന ഭർത്താവ് തന്റെ ഭാര്യയെ വിളിക്കുന്നത് പോലെ മരിച്ച് കബറടക്കിയിട്ട് 1ാമത്തെ രാത്രിയിൽ കബറിന്റെ അടുക്ക പോയി നിന്നിട്ട് പറയുന്നു പിണങ്ങല്ലേ ഫാത്തിമ, സലാം അടക്കു ഫാത്തിമ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുകയാ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഫാത്തിമ. രണ്ടാമതും സലാം പറഞ്ഞു. സലാം അടക്കുന്നില്ല. അലിയാര് തങ്ങള് കബറിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് കബറിനോട് പറയുന്നു, കബറ് എന്റെ ഫാത്തിമയോട് പറ പിണങ്ങരുതെന്ന്. സലാം പറയാൻ, എന്റെ സലാം അടക്കാൻ പറയുന്നു. മരിച്ചുപോയ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്നിരുന്ന അലിയാര് തങ്ങൾ പറയുമ്പോ എന്തൊരു ജീവിതമായിരുന്നടോ. പണമില്ലായിരുന്നു, കൊട്ടാരമില്ലായിരുന്നു, സുഖാഡംബരങ്ങളില്ലായിരുന്നു, പരസ്പരം സ്നേഹമുണ്ടായിരുന്നു പെങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ആരായിരുന്നെന്നറിയോ? അലിയാര് തങ്ങള് നബിതങ്ങള് വഫാത്തായപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ നബിതങ്ങള് പോയപ്പോ എനിക്ക് 2 നഷ്ടമാവുണ്ടായത്. എന്റെ നബിതങ്ങൾ വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമാവുണ്ടായത്. പായിപ്പാട് വാഴ കേൾക്കാമെന്ന പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ഭർത്താവ് പറയുകയാ, നബിതങ്ങൾ മരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമുണ്ടായി. എനിക്ക് 2 നഷ്ടമാണ് ഉണ്ടായത്. ഒന്ന്, എന്റെ നബിതങ്ങൾ വഫാത്തായല്ലോ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ.
നബിതങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത് വല്ലാത്ത നഷ്ടമാ, നബിതങ്ങൾ നഷ്ടപ്പെട്ടത് വല്ലാത്ത നഷ്ടമാ. രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയോ? മാ റഅയ്തുഹാ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയാ, നബിതങ്ങൾ പോയതോടൊപ്പം എൻ്റെ ഫാത്തിമയും പോയടോ. നബിതങ്ങൾ പോയതിനോടൊപ്പം എൻ്റെ ഫാത്തിമയും പോയി. ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഏത് മോളോട്? അതല്ലേ സ്നേഹം, അതിനല്ലേ സ്നേഹമെന്ന് പറയാ. കരളിന്റെ കഷ്ടമെന്ന് പറഞ്ഞ അങ്ങനല്ലേ. നബിതങ്ങൾ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ലടോ. ഹലിയാര് നിങ്ങൾ പറയാ, ഞാൻ ഒരുപാട് തമാശ പറഞ്ഞു നോക്കി, എന്റെ ഫാത്തിമാനെ ഒന്ന് ചിരിപ്പിക്കാൻ, എന്റെ ഫാത്തിമയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാക്കാൻ ഞാനും എന്റെ മക്കളും ഒരുപാട് കഷ്ടപ്പെട്ടു. മരിക്കുന്നത് വരെ എന്റെ ഫാത്തിമ ചിരിച്ചില്ല. മരിക്കുന്ന കാലം വരെ എന്റെ ഫാത്തിമ ചിരിച്ചില്ലടോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല പറയാ, നബി പോയപ്പോ നബിതങ്ങളും പോയി, എന്റെ ഭാര്യ പോയി, രണ്ടുപേരും പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നബിതങ്ങളോട് ആ മകൾക്കുണ്ടായിരുന്ന സ്നേഹം. ആ നബിതങ്ങളോടുള്ള മകളുടെ സ്നേഹം അത്ര വലുതായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരിന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാണ് നാളെ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകേണ്ടത്. ആ സ്വർഗത്തിൽ പോകുന്നത് പോയിട്ട്, ആ സ്വർഗം അല്ലാഹുവോട് താ എന്ന് ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന, അതൊന്ന് ശ്വസിക്കാനുള്ള അർഹതയെങ്കിലും എനിക്ക് നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എന്ത് ചെയ്യുക? മഹദിമാരുടെ ചരിത്രങ്ങൾ പഠിക്കുക.